തിരുവനന്തപുരം വർക്കലയിൽ വിദേശ പൌരന് ക്രൂരമർദ്ദനം. വാട്ടർ സ്പോർട്സ് നടത്തുന്ന തൊഴിലാളികളാണ് ഗ്രീക്ക് പൌരനായ റോബർട്ടിനെ മർദ്ദിച്ചത്. കാണാതായ ഫോൺ കടലിൽ തിരയാനിറങ്ങിയ റോബർട്ടിനെ ഇവർ തടഞ്ഞതോടെ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. സ്വാന്തന സജു നമുക്കൊപ്പം ചേരുകയാണ്. സ്വാന്തന, വിദേശ പൌരനെ മർദ്ദിക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? റോബർട്ടിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? സുജ, തിരുവനന്തപുരം വർക്കല ബീച്ചിലാണ് വിദേശ പൌരന് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത്. ഗ്രീക്ക് സ്വദേശിയായ റോബർട്ടിനാണ് വർക്കലയിൽ തന്നെ വാട്ടർ സ്പോർട്സ് നടത്തുന്ന ജീവനക്കാരിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് സുജ ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ റോബർട്ടിന്റെ ഫോൺ കുറച്ച് ദിവസം മുൻപ്, ഒരു 3-4 ദിവസം മുൻപ് കളഞ്ഞു പോയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഈ ഫോൺ അന്വേഷിച്ച് വർക്കല ബീച്ചിന്റെ ഭാഗത്തൊക്കെ തന്നെയും നടക്കുകയുമാണ്. ഇന്നും ഇതുപോലെ രാവിലെ ഫോൺ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. ആ സമയത്ത് അദ്ദേഹം കടലിൽ കുളിക്കാനിറങ്ങി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ വാട്ടർ സ്പോർട്സ് നടത്തുന്ന ഇതിന്റെ ജീവനക്കാരൊക്കെ തന്നെയും അവിടെ ഉണ്ടായിരുന്നു. അവർ കടലിലേക്ക് ഇറങ്ങരുത് എന്ന് അദ്ദേഹത്തോട് പറയുകയും പിന്നീട് അത് വാക്ക് തർക്കമാകുകയും അതിനുശേഷം പിന്നീട് ഇവർ അദ്ദേഹത്തെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ തന്നെയും പറയുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണിന്, നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ വ്യക്തമാണ്, അദ്ദേഹത്തിന്റെ കണ്ണിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ എയ്ഡ് പോസ്റ്റിൽ പോലീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരൊക്കെ തന്നെയും ആരോപിക്കുന്നത്. അതിനിടെയാണ് ഈ മർദ്ദനം നടന്നത്. പിന്നെ അവിടെ കണ്ടുനിന്ന നാട്ടുകാരും മറ്റു ആളുകളും ഒക്കെ ചേർന്നിട്ടാണ് മർദ്ദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ നിന്നും മാറ്റി നിർത്തിയത്. പിന്നെ പോലീസ് എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ഇദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കണ്ണിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടുത്തെ ആശുപത്രി